Hello everyone, welcome back to my channel NCRT മലയാളം. NCRT ക്ലാസ് 9ലെ ഇംഗ്ലീഷ് സപ്ലിമെൻ്ററി റീഡറിലെ ചാപ്റ്റർ 8 എ ഹൗസ് ഇസ് നോട്ട് എ ഹോമിൻ്റെ ഫൈനൽ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓൾറെഡി ഡിസ്കസ് ദ ഫസ്റ്റ് പാർട്ട്. The next day, Monday, I went to school. When the fire broke out, I was still wearing the dress I had worn to church that morning, but I had no shoes. ഐ ഹാഡ് കിക്ക്ഡ് ദം ഓഫ് വെൻ ഐ വാസ് ഡൂയിങ് മൈ ഹോംവർക്ക്. അപ്പോൾ അടുത്ത ദിവസം ഒരു മൺഡേ ആയിരുന്നു. ഞാൻ സ്കൂളിലേക്ക് പോയി. എൻ്റെ വീട്ടിൽ ഫയർ വന്ന സമയത്ത് ഇട്ടിരുന്ന അതേ ഡ്രസ്സാണ്, അതായത് ഞാൻ ചേർച്ചിലേക്ക് പോയിരുന്ന സമയത്ത് ഇട്ടിരുന്ന അതേ ഡ്രസ്സാണ് ഞാൻ അന്ന് മോർണിംഗും ധരിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ വേറെ ഷൂസൊന്നുമില്ല. ഞാൻ ഷൂസൊക്കെ എന്ത് ചെയ്തിരുന്നു, ഹോംവർക്കിൻ്റെ സമയത്ത് ഇങ്ങനെ ഊരി വെച്ചിരുന്നു. They became yet another casualty of the fire, so I had to borrow some tennis shoes from my aunt. Why wouldn't I just stay home from school? സോ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ആൻറ്റിയുടെ അടുത്ത് നിന്ന് ടെന്നീസ് ഷൂസ് ഇങ്ങനെ ബോറോ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ നിന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തിട്ടായിരുന്നു എന്നൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. മൈ മദർ വുഡൻ ഹിയർ ഓഫ് ഇറ്റ്, ബട്ട് ഐ വാസ് ടോട്ടലി എംബ്രൈസ്ഡ് ഓഫ് എവറിത്തിങ്. പക്ഷെ എൻ്റെ അമ്മ അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ നിന്നോട്ടെ എന്ന് ചോദിച്ചൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആകെ എംബറൈസ്ഡ് ആണ്, അല്ലെങ്കിൽ ആകെ എന്താണ് ഇങ്ങനെ ഒരു ചമ്മലുള്ള അവസ്ഥയിലിരിക്കുകയാണ്, അല്ലെങ്കിൽ നാണിച്ചിരിക്കുകയാണ്. ദ ക്ലോത്ത്സ് ഐ വാസ് വിയറിങ് ലുക്ക് വിയർഡ്. ഐ ഹാഡ് നോ ബുക്സ് ഓർ ഹോംവർക്ക് ആൻഡ് മൈ ബാക്ക് പാക്ക് ഹാസ് ഗോൺ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സാവട്ടെ ആകെ സ്ട്രേഞ്ച് ലുക്കിംഗ് ആണ്. എനിക്ക് ബുക്സോ ഹോംവർക്ക്സോ ഒന്നുമില്ല. എൻ്റെ ബാഗാവട്ടെ അതും പോയിട്ടുണ്ട്. ഐ ഹാഡ് മൈ ലൈഫ് ഇൻ ദാറ്റ് ബാക്ക് പാക്ക്. എൻ്റെ ബാക്ക് പാക്കിനകത്ത്, അല്ലെങ്കിൽ എൻ്റെ ബാഗിനകത്താണ് എൻ്റെ ലൈഫ് മൊത്തവും. ദ മോർ ഐ ട്രൈ ടു ഫിറ്റ് ഇൻ, ദ വേഴ്സ് ഇറ്റ് ഗോട്ട്. വാസ് ഐ ഡെസ്റ്റിൻഡ് ടു ബി ആൻ ഔട്ട്കാസ്റ്റ് ആൻഡ് എ ഗീക്ക് ഓൾ മൈ ലൈഫ്. സോ എനിക്കിങ്ങനെ തോന്നുന്നത് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവനെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ ലൈഫ് ഇങ്ങനെ കുട്ടിച്ചോറായ അവസ്ഥയിൽ ഫീൽ ചെയ്തു. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് ലൈക്ക്. ഐ ഡിഡൻറ്റ് വോണ്ട് ടു ഗ്രോ അപ്പ്, ചേഞ്ച് ഓർ ഹാവ് ടു ഹാൻഡിൽ ലൈഫ്. ഇറ്റ് വാസ് ഗോയിങ് ടു ബി ദിസ് വേ. ഐ ജസ്റ്റ് വോണ്ടഡ് ടു കേൾ അപ്പ് ആൻഡ് ഡൈ. എനിക്ക് എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ എനിക്ക് വളരേണ്ടിണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതൊക്കെയാണ് എൻ്റെ ലൈഫാകെ മാറ്റിയത്. എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ചുരുണ്ടുകൂടി എനിക്ക് മരിക്കാനാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓർഡർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഐ വോക്ക്ഡ് അറൗണ്ട് ദ സ്കൂൾ ലൈക്ക് എ സോംബി. ഒരു ജീവശവം പോലെ ഞാൻ സ്കൂളിൽ ചുറ്റും നടന്നു. എവറിത്തിങ് ഫെൽറ്റ് സറിയൽ ആൻഡ് ഐ വാസൻറ്റ് ഷുവർ വാട്ട് വാസ് ഗോയിങ് ടു ഹാപ്പൻ. ഓൾ ദ സെക്യൂരിറ്റി ഐ ഹാഡ് നോൺ ഫ്രം മൈ ഓൾഡ് സ്കൂൾ, മൈ ഫ്രണ്ട്സ്, മൈ ഹൗസ് ആൻഡ് മൈ ക്യാറ്റ് ഹാഡ് ബീൻ റിപ്ഡ് അവേ. സോ എല്ലാം എനിക്കൊരു സ്വപ്നം പോലെ തോന്നുകയാണ്, ഒരു ദുസ്വപ്നം പോലെ സ്വപ്നം പോലെ തോന്നുകയാണ്. എന്താണ് നടക്കാൻ പോകുന്നതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്തെന്ന് പറയാവുന്ന എൻ്റെ സ്കൂള്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ പഴയ സ്കൂള്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ വീട്, എൻ്റെ ക്യാറ്റ് എല്ലാം ഇപ്പം വാനിഷ്ഡായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ റിപ്ഡ് അവേ പോയിട്ടുണ്ട്. വെൻ ഐ വാക്ക്ഡ് ത്രൂ വാട്ട് ടു ബി my house after my school. When I walked through what used to be my house after school that day, I was shocked to see how much damage there was. Whatever hadn't burned was destroyed by the water and chemicals they had put out the fire. Used to put out the fire. സോ ഞാൻ എൻ്റെ വീടുള്ള സ്ഥലത്തേക്ക് ഞാനന്ന് പോയപ്പോൾ, സ്കൂൾ കഴിഞ്ഞിട്ട് പോയപ്പോൾ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ആകെ ഷോക്കായിപ്പോയി. കാരണം എല്ലാം ഡാമേജ് ആയിട്ടുണ്ട്. ഇനി ഡാമേജ് ആവാത്ത സാധനങ്ങൾ പോലും അവരിങ്ങനെ ഫയർ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള വാട്ടറിലും കെമിക്കൽസ് കൊണ്ടൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. The only material things not destroyed were the photo albums, documents and some other personal items that my mother had managed to heroically rescue. But my cat was gone and my heart ached for her. സോ ഇനി ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നശിക്കാത്തുള്ളൂ. അത് കുറച്ച് ഫോട്ടോ ആൽബംസും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ കുറച്ച് പേഴ്സണൽ ഐറ്റംസ് മാത്രമാണ്. കാരണം അത് എൻ്റെ അമ്മ അത് അവിടുന്ന് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ക്യാറ്റും പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മനസ്സാകെ വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. There was no time to grieve. My mother rushed me out of the house. We would have to find a place to live and I would have to go buy some clothes for school. സോ ഇത് കരയേണ്ട സമയമല്ല. എൻ്റെ അമ്മ എന്നെ പിടിച്ചിട്ട് വീടിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി, നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ടൊരു വീട് വേണം, അതുപോലെ തന്നെ എനിക്ക് സ്കൂളിൽ പോകാൻ കുറച്ച് ക്ലോത്ത്സും വേണമെന്ന് പറയായിരുന്നു.
We had to borrow money from my grandparents because there were no credit cards, cash, or even any identification to be able to withdraw money from the bank. സോ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങേണ്ട അവസ്ഥ വന്നു. കാരണം ഞങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ്സ് ഇല്ല. ഇനി ബാങ്കിൽ പോവുകയാണെങ്കിൽ തന്നെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കോപ്പിയും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. എവറിത്തിങ് ഹാഡ് ഗോൺ അപ്പ് ഇൻ ദ സ്മോക്ക്. എല്ലാം ആ ഒരു തീയിൽ എരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ദാറ്റ് വീക്ക് ദ റബിൾ ദാറ്റ് ഐ യൂസ്ഡ് ടു ബി അവർ ഹൗസ് വാസ് ബീങ് ക്ലിയർഡ് ഓഫ് ദ ലോട്ട്. സോ റബിൾ എന്ന് വെച്ചാൽ ഇങ്ങനെ റെമിനൻസ് ഓഫ് ദ ഹൗസ് അല്ലെങ്കിൽ അവശിഷ്ടം എന്നുള്ളതാണ് റബിൾ, ഇടിഞ്ഞു പൊളിഞ്ഞ അവശിഷ്ടമായിട്ടുള്ള അവിടുന്ന്. അതായത് എൻ്റെ ഹൗസ് എന്ന് പറയാവുന്ന സ്ഥലത്ത് നിന്ന് എല്ലാം ഇങ്ങനെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഈവൻ ദോ വി ഹാഡ് റെൻറ്റഡ് ആൻ അപ്പാർട്ട്മെൻറ്റ് നിയർ ബൈ, I would go over to wash them, clear away debris, hoping that my cat was somewhere to be found. സോ എൻ്റെ ഈ സമയത്ത് എൻ്റെ വീട്ടിലെല്ലാം വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളയുകയാണ്. കാരണം ഓൾറെഡി റബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീട് പോലെയായി. ഞങ്ങൾക്കൊരു പുതിയ അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ റെൻറ്റിന് എടുത്തെങ്കിലും അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്തെങ്കിലും ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഈ ഡെബ്രീസ് അതായത് അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് കളയുന്നത് ഞാൻ ഇങ്ങനെ നോക്കിക്കുമായിരുന്നു. കാരണം എവിടെയെങ്കിലും എൻ്റെ ക്യാറ്റിനെ കാണാൻ പറ്റും എന്നൊരു വിശ്വാസത്തോടെ. She was gone. I kept thinking about her as the vulnerable little kitten. അപ്പോൾ അത് പോയിട്ടുണ്ട്, ക്യാറ്റ് പോയിട്ടുണ്ട്. എൻ്റെ പാവം എൻ്റെ പൂച്ചേനെ പറ്റി ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. In the early morning, when I would disturb her and get out bed, she would tag along after me, climb up my rope and crawl into my pocket to fall asleep. I was missing her terribly. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ക്യാറ്റിനെ എല്ലാ ദിവസവും രാവിലെ തന്നെ ഞാൻ എൻ്റെ ക്യാറ്റിനെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യും. എന്തിന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവളെന്ത് ചെയ്യും, എൻ്റെ പിന്നാലെ വരും. എന്നിട്ട് ഒരു റോബ്, അതായത് എൻ്റെ റോബ് എൻ്റെ കോട്ട് പോലത്തെ മേൽക്കുപ്പായത്തിൻ്റെ മുകളിൽ ക്ലൈംബ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, എൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കിടക്കും, ക്രൗൾ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ കുത്തിമറിയും ഉറങ്ങാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ അവളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ it always seems that the bad news spread quickly, and in my case it was no different. Everyone in the high school, including the teachers, was aware of my plight. I was embarrassed as something I were responsible. What a way to start off a new school. This was not the kind of attention I was looking for. സോ ഈ ഒരു ബാഡ് ന്യൂസ് എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടുണ്ട്. എൻ്റെ കേസിലാണെങ്കിൽ അതുപോലെ തന്നെ സംഭവിച്ചു. അതുപോലെ തന്നെ ഒരു ബാഡ് ന്യൂസ് ഉണ്ടെങ്കിൽ വേഗം സ്പ്രെഡ് ആവും. അപ്പോൾ എല്ലാവരും ഹൈസ്കൂളിൽ എല്ലാവരും എൻ്റെ ടീച്ചേഴ്സൊക്കെ എൻ്റെ ഈ അവസ്ഥയെ പറ്റി അറിയാം അവർക്ക്. എനിക്കാണെങ്കിൽ ആകെ നാണക്കേടായി, ബിക്കോസ് ഞാനാണ് ഇതിന് കാരണം എന്നൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പുതിയ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു അവസ്ഥയിലായി. ഈ ഒരു അറ്റൻഷനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരിൽ നിന്നുമാണ് നമ്മൾ ഓർഡർ തിങ്ക് ചെയ്യുന്നത്. The next day at school, people were acting even more strange than usual. I was getting ready for the gym classes at my locker. People were milling around me, asking me to hurry up. So, പിറ്റേ ദിവസം സ്കൂളിൽ എല്ലാവരും ഇങ്ങനെ ഭയങ്കര സ്ട്രേഞ്ചായിട്ട് ആക്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഞാനാണെങ്കിൽ ജിമ്മിൻ്റെ ക്ലാസ്സിലേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും എനിക്ക് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വേഗം വേഗം നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നോട് ഇങ്ങനെ പറയുകയാണ്. ബില്ലിംഗ് എന്ന് വെച്ചാൽ ആകെ കൺഫ്യൂസ്ഡ് മാസിൽ മൂവ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഐ തോട്ട് ഇറ്റ് വെരി സ്ട്രേഞ്ച്, ബട്ട് ഇൻ ദ ലൈറ്റ് ഓഫ് ദ പാസ്റ്റ് ഫ്യൂ വീക്സ് നത്തിങ് വുഡ് സർപ്രൈസ്ഡ് മീ. സോ അതായത് ഇതെനിക്ക് ഭയങ്കര സ്ട്രേഞ്ചായി തോന്നി. കാരണം എല്ലാവരും എല്ലാം ഇങ്ങനെ എൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്നോട് വേഗം വേഗം റെഡി ആവാൻ വേണ്ടി പറയുന്നത്. കാരണം ഇപ്പം ബാക്കിയുള്ള വീക്സിൽ എൻ്റെ പാസ്റ്റ് വീക്സിൽ സംഭവിച്ച കാര്യം അറിയിക്കുമ്പോൾ എനിക്ക് ഒന്നും സർപ്രൈസായിട്ട് തോന്നിയില്ല. ഇതൊന്നും ഇങ്ങനത്തെ സർപ്രൈസായി കാരണം തോന്നിയില്ല. കാരണം എനിക്ക് അത്രയും വലിയ അവസ്ഥയാണല്ലോ ഉണ്ടായത്. It almost seems to that they were trying to show me into the gym and then I saw why. അപ്പോൾ എന്നെന്തോ അവർ ജിമ്മിലേക്ക് ഇങ്ങനെ നയിക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നി. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. There was a big table set up with all kinds of stuff on it just for me. അപ്പോൾ ഒരു വലിയ ടേബിൾ മൊത്തം ഒരുപാട് സാധനങ്ങളുണ്ട്, അതെനിക്ക് മാത്രമായിരുന്നു. They had taken up a collection and bought me school supplies, notebooks, all kinds of different clothes, jeans, tops, സ്വെറ്റ് സ്യൂട്ട്സ് എക്സെട്ര. സോ അതിൽ മൊത്തം സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങളും നോട്ട്ബുക്സും അതുപോലെ തന്നെ എനിക്ക് വേണ്ട ക്ലോത്ത്സ്, അതായത് ജീൻസും ടോപ്സും അതുപോലെ തന്നെ സ്വെറ്റ് ഷർട്ട്സും ഒക്കെ ഉണ്ട് അതിനകത്ത്.
ഇറ്റ് വാസ് ലൈക്ക് ക്രിസ്മസ്. ഐ വാസ് ഓവർകം ബൈ ഇമോഷൻ. ഒരു ക്രിസ്മസ് പോലെ, ക്രിസ്മസിനാണല്ലോ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ ആകെ സന്തോഷം കൊണ്ട്, ഇമോഷൻ കാരണം ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. പീപ്പിൾ ഹൂ ഹാഡ് നെവർ സ്പോക്കൺ ടു മീ ബിഫോർ വർ കമ്മിങ് അപ്പ് ടു മീ ടു ഇൻട്രൊഡ്യൂസ് ദംസെൽവ്സ്. എന്നോട് ഇതുവരെ സംസാരിക്കാത്ത ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് അവരെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഗോട്ട് ഓൾ ദ കൈൻഡ്സ് ഓഫ് ഇൻവിറ്റേഷൻസ് ടു ദർ ഹൗസസ്. അവരുടെ വീട്ടിലേക്ക് എല്ലാവർക്കും എനിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ദർ ജെനുവിൻ ഔട്ട് പോറിങ് ഓഫ് കൺസേൺ റിയലി ടച്ച് ടു മീ. സോ അവരുടെ എന്നെക്കുറിച്ചുള്ള ആ ഒരു കൺസേൺ അല്ലെങ്കിൽ കരുതൽ എന്നെ ഭയങ്കര ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ ദാറ്റ് ഇൻസ്റ്റൻറ്റ് ഐ ഫൈനലി ബ്രെത്ത് എ സൈൻ ഓഫ് റിലീഫ് ആൻഡ് തോട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് തിങ്സ് വെർ ഗോയിങ് ടു ബി ഓക്കെ. ഐ മെയ്ഡ് ഫ്രണ്ട്സ് ദാറ്റ് ഡേ. സോ എനിക്കാണെങ്കിൽ ഭയങ്കര റിലീഫാണ് ഉണ്ടായത്. അതായത് ആദ്യത്തെ ഒരു ദിവസമാണ് എനിക്ക് പുതിയ സ്കൂളിൽ പോയിട്ട് ഞാൻ അവിടെ ഫ്രണ്ട്സ് ഉണ്ടാക്കി എന്ന് എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കര ഓക്കെ ആയി തോന്നിയത് ഫസ്റ്റ് ഡേ ആയിരുന്നു സ്കൂളിൽ. എനിക്ക് അവിടെ ഫ്രണ്ട്സും കിട്ടി. ഒരു മാസം കഴിഞ്ഞിട്ട്, എ മന്ത് ലേറ്റർ, ഐ വാസ് അറ്റ് മൈ ഹൗസ് വാച്ചിങ് ദം റീബിൽഡ് ഇറ്റ്, ബട്ട് ദിസ് ടൈം ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. ഐ വാസ് ഇൻ അലോൺ. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് പേര് എൻ്റെ വീടിങ്ങനെ റീബിൽഡ് ചെയ്യുന്നത് കണ്ടു, അല്ലെങ്കിൽ എൻ്റെ വീടിങ്ങനെ നന്നാക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാക്കുന്നത് കണ്ടു. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. ഐ വാസ് വിത്ത് 2 ഓഫ് മൈ ന്യൂ ഫ്രണ്ട്സ് ഫ്രം സ്കൂൾ. ഇറ്റ് ടുക്ക് എ ഫയർ ഫോർ മീ ടു സ്റ്റോപ്പ് ഫോക്കസിങ് ഓൺ മൈ ഫീലിങ്സ് ഓഫ് ഇൻസെക്യൂരിറ്റി ആൻഡ് ഓപ്പണിംഗ് അപ്പ് ടു ദ വണ്ടർഫുൾ പീപ്പിൾ അറൗണ്ട് മീ. സോ ഈ ഒരു സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് മാത്രമായിരുന്നില്ല, എൻ്റെ പുതിയ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫയറാണ് എന്നെ എന്ത് ചെയ്തത്, എൻ്റെ ഇൻസെക്യൂരിറ്റീനെ പറ്റി ഉള്ള ഫീലിങ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയ ആൾക്കാരെ പറ്റി എനിക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. നൗ ഐ വാസ് സിറ്റിംഗ് വൈൽ ദർ വാച്ചിങ് മൈ ഹൗസ് ബീങ് ബിൽറ്റ് വെൻ ഐ റിയലൈസ്ഡ് മൈ ലൈഫ് വാസ് ഡൂയിങ് ദ സെയിം തിങ്. സോ ഞാൻ എൻ്റെ വീടിങ്ങനെ അതായത് ബിൽഡ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ജീവിതം ഇതുപോലെ തന്നെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. വൈൽ വി സാറ്റ് ദർ ഓൺ ദ കർബ് planning my new bedroom, I heard someone walk up to me from the behind and say, "Does this belongs to you?" സോ ഞാനിങ്ങനെ ഒരു കല്ലിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുതിയ ബെഡ്റൂമിൻ്റെ പറ്റി പ്ലാൻ ചെയ്യായിരുന്നു. അതിനിടയ്ക്ക് ഒരാൾ നടന്നു വന്നിട്ട് ബാക്കിലൂടെ വന്ന് വിളിച്ചു, "ഇത് നിങ്ങളുടെ ആണോ? ഈസ് ദിസ് ബിലോങ്സ് ടു യു?" വെൻ ഐ ടേൺ അറൗണ്ട് ടു സീ ഹു വാസ് ഇറ്റ്, ഐ കുഡിൻ ബിലീവ് മൈ ഐസ്. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരാ അതെന്ന് നോക്കിയപ്പോൾ എനിക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായില്ല. A woman was standing there holding my cat. I leapt up and grabbed her out of the woman's arms. So ഒരു സ്ത്രീ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ ക്യാറ്റിനെ പിടിച്ചിട്ട്. ഞാനാണെങ്കിൽ സന്തോഷം കൊണ്ട് ലെഫ്റ്റ് അപ്പ് എന്ന് വെച്ചാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അതുപോലെ തന്നെ എൻ്റെ ക്യാറ്റിനെ അവളുടെ കയ്യിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ഗ്രാബ് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു. ഐ ഹെൽഡ് ഹെർ ക്ലോസ് ടു മീ ആൻഡ് ക്രൈഡ് ഇൻ ടു ദാറ്റ് ബ്യൂട്ടിഫുൾ ഓറഞ്ച് ഫ്ലവർ. ഞാനാണെങ്കിൽ അതിനെ ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ ഓറഞ്ച് ഫർ എന്ന് വെച്ചാൽ എന്താണ്, രോമത്തിലേക്ക് ഇങ്ങനെ കരഞ്ഞു. ഷീ പേർഡ് ഹാപ്പിലി. അത് സന്തോഷം കൊണ്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാറ്റ്. മൈ ഫ്രണ്ട്സ് വർ ഹഗ്ഗിങ് മീ, ഹഗ്ഗിങ് ദ ക്യാറ്റ് ആൻഡ് ജമ്പിങ് അറൗണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആവട്ടെ എന്നെയും കെട്ടിപ്പിടിച്ച് ക്യാറ്റിനെയും കെട്ടിപ്പിടിച്ച് ഫുള്ളിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പാരൻ്റ്ലി മൈ ക്യാറ്റ് ഹാഡ് ബീൻ സോ ഫ്രീക്ഡ് ബൈ ദി ഫയർ ദാറ്റ് ഷീ റാൻ ഓവർ എ മൈൽ അവേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്യാറ്റാവട്ടെ ഇങ്ങനെ ഫയർ വന്നപ്പോൾ അതാകെ പേടിച്ചിട്ട് അതൊരു മൈൽ അപ്പുറത്തേക്ക് ഓടിപ്പോയി. ഹെർ കോളർ ഹാഡ് അവർ ഫോൺ നമ്പർ ഓൺ ഇറ്റ്, ബട്ട് അവർ ഫോൺസ് ഹാഡ് ബീൻ ഡിസ്ട്രോയിഡ് ആൻഡ് ഡിസ്കണക്റ്റഡ്. അവൻ്റെ കോളറിലാണെങ്കിൽ അതിൻ്റെ കോളറിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടെ ഫോണിനകത്ത് ആകെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ അത് ഡിസ്കണക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. This wonderful woman took her in and worked hard to find out whose cat it was. ഈ സ്ത്രീ ആവട്ടെ അതിനെപ്പറ്റി അത് ആരുടെ ക്യാറ്റാന്ന് അന്വേഷിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സംഹൗ ഷീ ന്യൂ ദിസ് ക്യാറ്റ് വാസ് ലവ്ഡ് ആൻഡ് സോർലി മിസ്ഡ്. പക്ഷെ അവർക്കറിയായിരുന്നു ഈ ക്യാറ്റ് ഇതിനെ നല്ലോണം സ്നേഹിക്കുകയും അതുപോലെ ഇത് ആരൊക്കെയോ മിസ് ചെയ്യുന്നുള്ളതും അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എവിടുന്നോ ഇത് മിസ്സായി പോയതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആസ് ഐ സാറ്റ് ദർ വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് മൈ ക്യാറ്റ് കേൾഡ് അപ്പ് ഇൻ മൈ ലാപ്പ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഇരുന്നപ്പോൾ എൻ്റെ ക്യാറ്റാവട്ടെ ഇങ്ങനെ എൻ്റെ ലാപ്പിൽ അല്ലെങ്കിൽ എൻ്റെ മടിയിലിങ്ങനെ തിരിഞ്ഞ് ചുരുണ്ട് മടഞ്ഞിരിക്കുകയാണ്. ഓൾ ദ ഓവർഹെൽമിങ് ഫീലിങ്സ് ഓഫ് ലോസ് ആൻഡ് ട്രാജഡി സീം ടു ഡിമിനിഷ്. സോ അതിൻ്റെ നഷ്ടവും അതുപോലെ തന്നെ അതിൻ്റെ സംഭവിച്ച ട്രാജഡിയൊക്കെ മാറിപ്പോയി എന്നുള്ളതിൻ്റെ സന്തോഷത്തിലാണ് അവളിങ്ങനെ കേൾഡ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഐ ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ മൈ ലൈഫ്.
മൈ ന്യൂ ഫ്രണ്ട്സ്, മൈ കൈൻഡ്നെസ് ഓഫ് എ സ്ട്രേഞ്ചർ ആൻഡ് ലൗഡ് പേർ ഓഫ് മൈ ബിലൗഡ് ക്യാറ്റ്. എനിക്ക് ആവട്ടെ എൻ്റെ ജീവിതത്തോടും എൻ്റെ പുതിയ ഫ്രണ്ട്സിനോടും എൻ്റെ അയൽവാസികളോടൊക്കെ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ക്യാറ്റിൻ്റെ ആ ഒരു വലിയ ശബ്ദത്തോടും. മൈ ക്യാറ്റ് വാസ് ബാക്ക് ആൻഡ് സോ എൻ്റെ ക്യാറ്റിനെ എനിക്ക് തിരിച്ചിട്ടി, അതുപോലെ തന്നെ എന്നെ എനിക്ക് തിരിച്ചിട്ടി എന്നാണ് നമ്മുടെ ഓതർ ലാസ്റ്റ് പറയുന്നത്. സാൻ ഗോഡിയോസോയുടെ ഒരു സ്റ്റോറിയാണ്. ഹോപ്പ്ഫുള്ളി യു ലൈക്ഡ് ഇറ്റ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ ആൻഡ് താങ്ക് യു സോ മച്ച്. കീപ് സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഷെയർ മാക്സിമം വിത്ത് യുവർ ഫ്രണ്ട്സ്.